നമ്മളൊക്കെ ഒരു കുടുംബ അല്ലേ? അതിന് രക്തബന്ധം വേണമെന്നൊന്നുമില്ല. ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും കൂടെ അച്ഛനില്ലാത്തവരുടെ ഒരു അസോസിയേഷൻ അങ്ങ് തുടങ്ങിയാലോ? പ്രശ്നങ്ങളെല്ലാം തീർന്ന സ്ഥിതിക്ക് ഇനി എൻഗേജ്മെന്റ് വിവാഹമല്ല മുൻപ് തീരുമാനിച്ചോട് നടത്തണ്ടേ? അതെ, അതായിരുന്നു എന്റെ മനസ്സില്. ബാക്കി കാര്യങ്ങള് ഇവിടെ വെച്ച് തീരുമാനിക്കാലോ എന്ന് കരുതിയാ ഞാൻ അഭിയം കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ആ പിന്നെ ഈ ഗൗരവമുള്ള ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചായ കൊണ്ട് കുടിച്ചാലോ? എന്താ അഭിപ്രായം? പിന്നെന്താ, റെഡി, ഞാൻ ചായ ഇടാം. ആയിക്കോട്ടെ മോളെ, അങ്കിളിന് ചായ വേണ്ട കേട്ടോ. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. അങ്കിളെങ്ങോട്ടാ? എടാ ഞാൻ സന്ധ്യ ആവുന്നതിന് മുമ്പ് കുപ്പി തൊട്ടാ ആ കൈ ഞാൻ വിട്ടു. എടാ, ഇന്നത്തെ സന്തോഷത്തിന് ഒരു 2 പെഗ്. ഒരു ദിവസം ആകെ 2 പെഗ്. അതാണ് അങ്കിൾ അനുവദിച്ചിരിക്കുന്നെന്ന് ഓർക്കണം. അതില് ഒരു മാറ്റവും ഇല്ല. അതും രാത്രി മതി. വാ, നമുക്ക് പോയി ചായ ഇടാം. അപ്പോഴേക്കും അങ്കിളുടെ കാര്യത്തിൽ അവരൊരു തീരുമാനമാക്കട്ടെ. വാ. അതെ മോളെ, എനിക്ക് കട്ടൻ ചായ മതി കേട്ടോ. വേണ്ട, എല്ലാരും കുടിക്കുന്നത് പോലെ പാൽ ചായ കുടിച്ചാ മതി. എടാ അല്ലടാ മോനെ, അത് മനസ്സിലായി. രാവിലെ കട്ട് കഴിച്ചല്ലേ? വയറ്റി കിടക്കുന്ന പിരിയങ്ങ് പിരിയട്ടെ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. കേട്ടില്ല. അവസാനം എന്തായി? അവന്റെ മുഴുവൻ കാശും പോയി. അങ്കിളിന് കട്ടൻ ചായ. നന്നായി. മോളെങ്കിലും അങ്കിളിനെ മനസ്സിലാക്കിയല്ലോ. നീ തന്നെ എന്റെ മരുമോള്. ഞാൻ ഈ പാൽ ചായ കുടിക്കാത്തതേ ഇരിയൊന്നും പേടിച്ചിട്ടൊന്നുമല്ല. ഈ കട്ടൻ ചായ കാണുമ്പോഴേ മദ്യം ഉള്ളിരിക്കുന്ന പോലെയാ. ഒറ്റ വലിക്കാൻ കുടിക്കാം. അയ്യോ അയ്യോ, എന്തൊരു ചൂടാ ഇത്. നാവ് പൊള്ളിപ്പോയല്ലോ. ഐഡിയ ഇതായിരുന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആറ്റി തിളപ്പിച്ച് കൊണ്ടുവന്നേനല്ലോ. പറ്റിപ്പോയി. ഇനി പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇന്നിനി വാ പൊള്ളിയതിന്റെ പേരില് രാത്രിയില് 2 പെഗ് കൂടുതൽ ചോദിക്കും. പവിയങ്ങളിലെ എക്സ്ക്യൂസ് ഉണ്ടാക്കാനാണോ പഞ്ഞം? മൂന്ന് വിവാഹങ്ങൾ ഒരുമിച്ച് നടത്താൻ ഒരു വലിയ തുക തന്നെ വേണ്ടി വരുമല്ലോ അമൃത മോളെ. ഏയ്, അങ്ങനെ ആർഭാടം ഒന്നും വേണ്ട. അമൃതയ്ക്ക് വേണ്ടി മുമ്പ് വാങ്ങിയ ആഭരണങ്ങൾ ഇരിക്കല്ലേ, അതേതായാലും നമുക്ക് അഖിലേക്കും അനഘയ്ക്കും വേണ്ടി കൊടുക്കാം. എന്റെ ഭാര്യ ഞാൻ ഇടുന്ന താലിമാല മാത്രം അണിഞ്ഞു വരുന്നതാണ് എനിക്കിഷ്ടം. എന്റെ മെന്റാലിറ്റി അത് തന്നെ അഭിയേട്ടാ. ഇനി അഥവാ കല്യാണത്തിന് സ്വർണ്ണം ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങിക്കൊടുത്തോളാം. ആ അതാണ്. ഇപ്പോഴത്തെ സന്തോഷത്തിന് വിവേക് മോൻ ഒരു ജുവലറി തന്നെ വാങ്ങിത്തരും. അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. ഞാനും എന്റെ അനിയത്തിമാരും എത്ര ഭാഗ്യം ചെയ്ത ജന്മങ്ങളാന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ ഭർത്താക്കന്മാരായി കിട്ടാന്ന് പറഞ്ഞാ അതൊക്കെ സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാ. എന്നാലും എന്റെ അനിയത്തിമാർക്ക് ഞാൻ ചേച്ചി മാത്രമല്ല, അമ്മയും കൂടിയാ. ആ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോ എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട്. അതെന്തായാലും ഞാൻ നിറവേറ്റിയിരിക്കും. ഒരു തരി പൊന്നുപോലും ഇല്ലാതെ ഞാൻ പന്തലിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും വെറും കൈയോടെ അനക്കെ അഖിലയും ഞാൻ ഇറക്കി വിടില്ല. അതൊക്കെ മോളുടെ സന്തോഷത്തിനനുസരിച്ച് അങ്ങ് ചെയ്തോ. ആ പിന്നെ പറയാൻ മറന്നു, തീരുമാനിച്ച തീയതിക്ക് വിവാഹം നടക്കില്ല എന്ന് കരുതി അംബിക മാമി ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. ഒത്തിരി സങ്കടം പറഞ്ഞു. മുമ്പ് തീരുമാനിച്ചതിനൊന്നും ഒരു മാറ്റവും ഇല്ലെന്ന് പുള്ളിക്കാരി അറിയിക്കാലോ അല്ലേ? ഒന്ന് നേരിൽ കണ്ട് അത് പറയാനാ ഞാൻ വിചാരിക്കുന്നത്. നന്നായി. നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിന്റെ ഗുണം അതൊന്ന് വേറെ തന്നെയാ.
എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. പോയിട്ട് വരാം. നിക്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ അത് നല്ല ഐഡിയ. എന്നാ പിന്നെ താൻ എന്റെ കൂടെ വാ. നമുക്കിപ്പോ തന്നെ അംബികാന്റിയെ കണ്ടിട്ട് കാര്യങ്ങൾ ഒരുമിച്ച് ആ വഴി വീട്ടിൽ പോകാം. വിവേക് എന്തായാലും ഡ്രോപ്പ് ചെയ്യല്ലോ. ശരി. നിങ്ങൾ നിൽക്കേ, ഞാൻ കാറിന്റെ ചാവി എടുത്തിട്ട് വരാം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593 829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.